നമ്മൾ ഇന്ന് പ്രോട്ടീനെ കുറിച്ചിട്ടാണ് പറയണത്. ലാസ്റ്റ് നമ്മുടെ പ്രോട്ടീനിലോട്ട് വരും. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്, എന്താണ് കിഡ്നി പോകുന്നുള്ളത്. എന്താണ് പ്രോട്ടീൻ എന്ന് കൃത്യമായിട്ട് ആർക്കും തന്നെ അറിവില്ല. പണ്ടെങ്ങോ ആരോ പറഞ്ഞു വിട്ടിട്ടുണ്ട് പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് കിഡ്നി പോയെന്ന്. പക്ഷെ നമ്മളിപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ അവിടെ ഇരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചിട്ടാണ് നിങ്ങളുടെ കിഡ്നി പോയെന്ന്. പ്രോട്ടീൻ കഴിച്ചിട്ടല്ല, നമ്മൾ നോർമൽ ഫുഡ് ഹാബിറ്റ് പോയത് കൊണ്ടാണ് നമ്മുടെ കിഡ്നി പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അമിനോ ആസിഡ്സിന്റെ ഒരു കലവറയാണ് പ്രോട്ടീൻസ്. അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. കൃത്യമായിട്ട് പ്രോട്ടീൻ എടുത്താൽ മാത്രമാണ് നമ്മുടെ ഹെൽത്തിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോകും. എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സിക്നസിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് പ്രോട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ കാശ് ലാഭിക്കാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ലാസ്റ്റ് വരെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചിട്ടാണ്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ പ്രോട്ടീൻ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് തരുന്നത് നോക്കാം. കൃത്യമായുള്ള പ്രോട്ടീൻ എടുത്ത്, പ്രോട്ടീൻ പൗഡർ എന്ന് ഞാനിവിടെ പറയുന്നില്ല, കൃത്യമായുള്ള പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആഹാര രീതിയിൽ ഇപ്പം നമ്മൾ പറയുന്നത് ബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഫുഡ് ഹാബിറ്റിൽ കൃത്യമായിട്ട് നമ്മൾ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. നമ്മുടെ ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ്, നമ്മുടെ ടിഷ്യൂവിൻ്റെയും സെൽസിൻ്റെയും ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ് കൃത്യമായിട്ട് പ്രോട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബയോ കെമിക്കൽ റിയാക്ഷൻ, നമ്മുടെ സെൽസിലും ടിഷ്യൂസിലും ഒരുപാട് ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പ്രോട്ടീൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഒരു മെസ്സഞ്ചർ ആയിട്ട് ടിഷ്യൂസിനും സെൽസിനും അതുപോലെ എല്ലാ ഫംഗ്ഷനും വേണ്ടി ഓരോ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു മെസ്സേജ് സെൻഡർ ആയിട്ടും മെസ്സേജ് റിസീവർ ഒക്കെ ആയിട്ട് ഈ പ്രോട്ടീൻ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ, ഇപ്പൊ ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം കുറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നെല്ലാം തൂങ്ങുന്ന സാഗാവുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ കൃത്യമായിട്ട് പ്രോട്ടീൻ എടുത്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെല്ലാം സിങ്സാങ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് pH വാല്യൂ ഉണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ആസിഡ്സ് ഉണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ആസിഡ്സും ഒരുപാട് ഫ്ലൂയിഡ്സ് കണ്ടൻസും ഉണ്ട്. അതിനെല്ലാം pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് പ്രോട്ടീൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രോട്ടീൻ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ ഹെൽത്ത് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോട്ടീൻ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രീഷ്യൻസിനെ വേണ്ട സ്ഥലങ്ങളിലോട്ടും വേണ്ട സെൽസിലോട്ടും എത്തിക്കാനായിട്ട് പ്രോട്ടീൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് നോർമലി എനർജി. കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എനർജി കൂടുതലായിരിക്കും. ഉച്ചയ്ക്ക് നല്ല രീതിക്ക് വയറ് നിറയെ ചോറ് കഴിച്ച ഒരാളുടെ എനർജിയും ഉച്ചയ്ക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ എനർജിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഓൾറെഡി ഉറക്കം വരും. എന്നാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണെങ്കിലോ നമുക്ക് ഉറക്കം ഉണ്ടാവത്തില്ല, ആക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗുണങ്ങളുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള കാര്യത്തിനാണ് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകുന്ന ആൾക്കാർ പറയുന്നത്. ഈ പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. നടക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിക്നസിലോട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഇപ്പൊ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്. വേ കോൺസെൻട്രേറ്റ് ഉണ്ട്, വേ ഐസൊലേറ്റ് ഉണ്ട്, കസൈൻ പ്രോട്ടീൻ ഉണ്ട്, സോയി ഉണ്ട്, എഗ് വൈറ്റ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, ഹെം പ്രോട്ടീൻ ഉണ്ട്. ഇതിനകത്ത് വേ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നാണ്. വേ ഐസൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് തന്നെ ഒട്ടും തന്നെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഇല്ലാതെ എക്സ്ട്രാക്ട് ചെയ്യാണ് വേ ഐസൊലേറ്റ്. കസൈൻ എന്ന് പറഞ്ഞാൽ മിൽക്കിന്റെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോട്ടീൻ ആണ്. സോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സോയാബീനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോട്ടീൻ. എഗ് വൈറ്റ് പ്രോട്ടീൻ എല്ലാവർക്കും തന്നെ അറിയാം, എഗിന്റെ വയറ്റിൽ നിന്നുള്ള പ്രോട്ടീന്. പിന്നെ പീ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങളിലെ കടല, പരിപ്പ്, അതിൽ നിന്നുള്ള പ്രോട്ടീനാണ് പീ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഹെമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു ചെടിയാണ്. അതിൽ നിന്ന് എടുക്കുന്ന പ്രോട്ടീനാണ് ഹെപ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പൊ നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് വേ കോൺസെൻട്രേറ്റും വേ ഐസൊലേറ്റും കസൈനും സോയിയാണ് ഏറ്റവും കൂടുതൽ കേട്ടുള്ളത്. പിന്നെ എഗ് കഴിക്കുന്ന ആൾക്കാർ എഗ് വൈറ്റ് പ്രോട്ടീനും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പ്രോട്ടീൻ പൗഡറിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വേ കോൺസെൻട്രേറ്റും വേ ഐസൊലേറ്റും കസൈനും സോയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിൽക്കിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സോഴ്സ് ഉള്ള മിൽക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോയി പ്രോട്ടീനും എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രോട്ടീൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും. വെയിറ്റ് ലോസ് നമുക്ക് ഫാസ്റ്റ് ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും. അതാണ് ഇന്ന് ഈ ടോപ്പിക് ഇവിടെ പറയാനുള്ള മെയിൻ കാരണം. ഓൾറെഡി പ്രോട്ടീനെ കുറിച്ചുള്ള ചീത്തപ്പേര് മാറണം. രണ്ട്, നമുക്ക് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഇതിൻ്റെ ഉണ്ടാവണം. അപ്പോൾ ഇന്ന് അത് പറയാനുള്ള മെയിൻ കാരണം പ്രോട്ടീൻ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിനെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ, പ്രോട്ടീൻ ചേഞ്ചസ് ദ ലെവൽ ഓഫ് സെവറൽ വെയിറ്റ് റിലേറ്റഡ് ഹോർമോൺസ്. ഒരുപാട് ഹോർമോൺസിനെ പ്രോട്ടീൻ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻടേക്ക് എടുക്കുന്ന സാധനം നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. ഇപ്പൊ നോർമലി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് പോകുന്നുണ്ട്. ഈ സിഗ്നൽസ് ആണ് അടുത്തടുത്ത ഹോർമോണിനെ ഉത്പാദിപ്പിച്ചിട്ട് അതിന് വേണ്ട വേണ്ട രീതിയിലെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഹൈപ്പോതലാമോ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അവിടെ നിന്നാണ് ഈ സിഗ്നൽസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോർമലി പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GLP എന്ന് പറഞ്ഞ ഹോർമോണും പെപ്റ്റൈഡ് വൈപ്പൈ എന്ന് പറഞ്ഞ ഹോർമോണും അതുപോലെ തന്നെ കോളിസിസ്റ്റോക്കിൻ എന്ന് പറഞ്ഞ ഹോർമോൺസും റിലീസായിട്ട് നമ്മുടെ വിശപ്പിനെ തന്നെ കൺട്രോൾ ചെയ്യും. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിൽ നിർത്തുന്ന ഹോർമോണാണിത്. പ്രോട്ടീൻ റീച്ചാർജ് എടുക്കുമ്പോഴത്തേക്കും ഈ സിഗ്നൽ പോയിട്ട് നമ്മുടെ ടോട്ടൽ ബോഡീനെ ഈ ഒരു വിശപ്പ് കൺട്രോൾ നിർത്താനുള്ള സപ്പോർട്ടിങ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോട്ടീൻ എടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരുപാട് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കത്തില്ല. ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പ്രോട്ടീൻ റിച്ച് കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് കൺട്രോൾ ആവുന്നു. ഒരുപാട് കാലറി നമ്മൾ ചെയ്യേണ്ടി വരത്തില്ല. നമ്മുടെ വിശപ്പ് കൺട്രോൾ ആവുന്നതോടൊപ്പം തന്നെ വെയിറ്റ് ലോസിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോട്ടീൻ റിച്ച് കൂടുതൽ എടുക്കുന്നത്. ഈ ഹോർമോണിന്റെ ഉത്പാദനത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരുപാട് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവാനായിട്ട് ഒരുപാട് എനർജി ആവശ്യമാണ്. ഇപ്പൊ നോർമലി നമുക്ക് മെറ്റാബോളിസം ഉണ്ട്, തെർമിക് എനർജി എന്നാണ് പറയുന്നത്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ബേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് ബേൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കാലറി ബേൺ ഔട്ട് ആണ്. ഈ ഒരു ഭക്ഷണം ഡൈജസ്റ്റ് ആവാനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു മെറ്റാബോളിസം നടക്കണം. മെറ്റാബോളിസം നടക്കുമ്പോൾ നമുക്ക് കാലറി അവിടെ റെഡ്യൂസ് ആവുന്നുണ്ട്. ഇപ്പൊ നോർമലി നമ്മളൊരു കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുവാണെങ്കിൽ 5 മുതൽ 10% വരെയാണ് എനർജി വേണ്ടത്. ഒരു ഫാറ്റ് ആണെങ്കിൽ 0 to 3% വരെയാണ് എനർജി വേണ്ടത്. നേരെ മറിച്ച് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ വേണം. 20 മുതൽ 30% വരെ സോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഇത് ഡൈജസ്റ്റ് ആവത്തുള്ളൂ. ഇതുപോലെ ഒരുപാട് സോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാനും അവിടെ കാലറി ബേണും നടക്കുന്നുണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ. നോർമലി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമുക്ക് എനർജി വേണ്ടത് ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെറ്റാബോളിസത്തിനുള്ള എനർജി എല്ലാം വേണ്ടത്. അവിടെ നമുക്ക് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, വിശപ്പ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവായിരിക്കും പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ. അത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സിഗ്നൽസും ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസും വരുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാലറി ഇൻടേക്ക് ചെയ്യത്തില്ല. ഒരു നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയറ് ഫുൾഫിൽ ആയ ഒരു ഫീൽ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാലറീസ് നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം സെലക്ട് ചെയ്ത് കഴിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയണത്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റിനെ റിമൂവ് സഹായിക്കുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൺവേർട്ട് ആയിട്ട് വരുന്നില്ല. ഇപ്പൊ നോർമലി നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിങ്ങിന് ശേഷം വരുന്ന സാധനം എന്താണ്, ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവും. ഇവിടെ ഒരു പ്രോട്ടീൻ റിച്ച് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലെടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഫാറ്റ് സ്റ്റോറേജ് നടക്കുന്നില്ല. ഫാസ്റ്റ് സ്റ്റോറേജ് നടക്കാത്തതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റിനെ എടുത്തിട്ട് ബോഡി വർക്ക് ചെയ്യും. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ബെല്ലി ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ നടക്കത്തില്ല, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിനൊരു ആനുപാതിക കണക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റിനെ വരെ കളയാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ. ബെല്ലി ഫാറ്റ് ഉള്ള ആൾക്കാർക്കായിട്ട് പോകത്തുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ ഹെൽപ്പ് പ്രിവെന്റ് മസിൽ ലോസ് ആൻഡ് മെറ്റാബോളിക് സ്ലോ ഡൗൺ. ഇപ്പൊ നോർമലി നമ്മളെല്ലാം തന്നെ ഭക്ഷണം കുറയ്ക്കുമ്പോൾ നമ്മുടെ മസിൽ ലോസിന് കാരണമാകുന്നുണ്ട്. ശരിയല്ലേ? എല്ലാവരും തന്നെ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് കട്ട് ചെയ്യുന്നു, പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കുന്നു. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ മസിൽ ലോസ് കൂടെ ശ്രദ്ധിക്കണം. സ്ട്രെങ്തേൻ വർക്കൗട്ടുകൾ ചെയ്യണം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുത്ത് സ്ട്രെങ്തേൻ വർക്കൗട്ടുകൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മസിലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് അവിടെ സംഭവിക്കുന്നതാണ്. മസിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വയസ്സായ രീതിയിൽ നമ്മുടെ സ്കിന്നെല്ലാം തൂങ്ങാൻ തുടങ്ങും. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അതിനോടൊപ്പം തന്നെ സ്ട്രെങ്തേൻ എക്സസൈസ് കൂടെ ചെയ്യണം. പിന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മെറ്റാബോളിക് സ്ലോ ഡൗൺ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ BMR ലെവൽ ഒരുപാട് താഴ്ത്തിട്ട് പോകും. അങ്ങനെ ഒരുപാട് താഴ്ത്തിട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ ശരീരമായിട്ട് ഫിസിക്കലി നമുക്കത് ഒരുപാട് ക്ഷീണം ഉണ്ടാവാനും ഒരുപാട് അണ്ടർവെയിലോട്ട് പോകാനും കാരണമാകുന്നുണ്ട്. അണ്ടർവെയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട്
പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുത്ത് കൃത്യമായിട്ട് നമ്മൾ സ്ട്രെങ്ത് ആൻഡ് എക്സസൈസുകളും ചെയ്തിട്ട് വേണം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഒരു ദിവസം എത്ര പ്രോട്ടീൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.7 to 1 gram പ്രോട്ടീൻ 1 കിലോയ്ക്ക് എടുക്കാം. ഇപ്പൊ നമ്മളൊരു 60 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ എടുക്കാം. പ്രോട്ടീൻ നമ്മുടെ ടോട്ടൽ ഗ്രോത്ത്, മസിൽ ഫോർമേഷൻ, ടിഷ്യൂ ഫോർമേഷൻ, അതുപോലെ തന്നെ നമ്മുടെ എനർജി, സ്ട്രെങ്ത്, എല്ലാ കാര്യത്തിനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും സെക്ഷനിൽ പറയാറുള്ളതാണ്, ഒരു ബിൽഡിങ്ങിന് എങ്ങനെയാണോ സിമെന്റ് സ്ട്രെങ്ത് നൽകുന്നത് അതുപോലെ ഹ്യൂമൻ ബോഡിക്ക് സ്ട്രെങ്ത് നൽകുന്ന ഒരു സാധനമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ചില കോച്ചുമാര് പ്രോട്ടീൻ കൊടുക്കാതെ ആക്ടിഫയർ മാത്രം കൊടുത്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ചിലപ്പോൾ നടക്കും, പക്ഷേ ഫ്യൂച്ചറിൽ നമ്മുടെ ടോട്ടൽ എനർജി ലോസ് ആവും, നമ്മുടെ ബോഡി ഷേപ്പിനെ ഇഷ്യൂ അത് ബാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു എനർജി ഇല്ലാതെ സിക്ക് ലെവലിലോട്ട് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രോട്ടീൻ എടുത്തിട്ട് മാത്രമാണ് വെയിറ്റ് ലോസ് ചെയ്യാവുള്ളൂ. നമുക്ക് അമേസിംഗ് ആയിട്ട് ഓൾറെഡി നമുക്ക് പ്രോട്ടീൻ പൗഡർ കമ്പനി തന്നിട്ടുണ്ട്. ആ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തൊരു കുഴപ്പമില്ല. ഇനി നോർമലി നോക്കുവാണെങ്കിൽ നാച്ചുറൽ വേയിൽ പ്രോട്ടീൻ കിട്ടുന്ന സോഴ്സ് ഇതൊക്കെയാണ്. മീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, എഗ് ഉണ്ട്, അതുപോലെ പാലുൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ നോർമലി ബീൻ ഐറ്റംസ് ഉണ്ട്. ഇതിലത്തെല്ലാം തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതാണ്. നിങ്ങളുടെ ഡയറ്റിൽ ഈ വക സാധനങ്ങൾ ആഡ് ചെയ്യുക. ഈ വക സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വിഷയമുണ്ട്, ഈ വക സാധനം ഡെയിലി എടുത്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ സാധനം ഡെയിലി എടുത്തു കഴിഞ്ഞാലോ ബാക്കി ഉണ്ടാവുന്ന ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്ലസ് കാലറിയും വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം, നമ്മുടെ പ്രോട്ടീൻ ഉണ്ട് ഓൾറെഡി, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് കമ്പനി പ്രോട്ടീൻ ഇറക്കിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻ എല്ലാവരും കണ്ടിട്ടുണ്ടോ? കമ്പനി ഇറക്കിയിരിക്കുന്നത് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡറാണ്. എന്തുകൊണ്ട് പ്രോട്ടീൻ പൗഡർ എന്ന് മാത്രം വെച്ചിട്ടില്ല, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ ആണ്. ഇത് അൺഫ്ലേവർഡ് ആണ്, സോയയുടെ വേ പ്രോട്ടീൻ്റെ എക്സ്ട്രാക്ട് ആണ്. സോയ എന്ന് പറഞ്ഞാൽ നോർമലി സോയാബീൻ, അതിന്റെ എക്സ്ട്രാക്ട് ആണ്. പിന്നെ വേ പ്രോട്ടീൻ, പാലിന്റെ എക്സ്ട്രാക്ട് ആണ്. ഈ രണ്ടിൽ നിന്നുമാണ് നമ്മുടെ പ്രോട്ടീൻ ഇറക്കിയിരിക്കുന്നത്. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ എല്ലാവരും തന്നെ ഷേക്കിൽ മാത്രമാണ് യൂസ് ചെയ്യണത്. പ്രോട്ടീൻ വാട്ടറായിട്ട് എടുക്കാം. നമ്മുടെ ശരീരത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ വാട്ടറായിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കറികളിൽ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ചൂട് തട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ചൂടത്ത് യൂസ് ചെയ്താലും നമ്മുടെ പ്രോട്ടീൻ വാല്യൂ പോകത്തില്ല. പക്ഷെ നമ്മുടെ ഫോർമുല 1 ഒക്കെയാണ് ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ പോകും. പക്ഷെ പ്രോട്ടീൻ നമുക്ക് ഏത് ഇത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്കൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് 5 ഗ്രാം പ്രോട്ടീൻ ആണ്, 20 കാലറി മാത്രമായിട്ട് ലഭിക്കുന്നുള്ളൂ. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇല്ല, ഫാറ്റ് ഇല്ല, ഷുഗർ ഇല്ല, പ്രോട്ടീന് വേറെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. മെയിനായിട്ട് ഷേക്കിൽ വേണ്ടി മാത്രമല്ല, നമുക്ക് ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്രോട്ടീൻ എടുക്കണം. ഇപ്പൊ രാവിലെ നമ്മൾ എത്ര സ്കൂപ്പ് പ്രോട്ടീൻ എടുക്കുന്നുണ്ട് ഒരു ഷേക്കിൽ? നോർമലി ഒരു പീപ്പിള് ഒരു സ്കൂപ്പ് ആണെങ്കിൽ ഒരു സ്കൂപ്പ് 5 ഗ്രാം കിട്ടും. നമ്മുടെ ഫോർമുല 1 എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്? ഫോർമുല 1 എത്ര പ്രോട്ടീൻ ഉണ്ട് 3 സ്കൂപ്പ് ഇടുമ്പോൾ? 9 ഗ്രാം. ഓക്കെ. പിന്നെ ഷേക്ക് മേലിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്? 5 ഗ്രാം ഉണ്ട് ഒരു സ്കൂപ്പിൽ. 5 ഗ്രാം ഉണ്ട്. അപ്പൊ എത്ര? 5 × 10 19 ഗ്രാം പ്രോട്ടീൻ ആണ് നമുക്ക് ഒരു ദിവസം രാവിലത്തെ ഷേക്കിൽ നിന്ന് ലഭിക്കുന്നത്. വൈകുന്നേരത്തെ ഷേക്കിൽ അഗെയിൻ 19. 9 എത്രയാ? 18 അല്ലേ? അല്ലേ? 28 ഗ്രാം പ്രോട്ടീൻ, 38 ഗ്രാം പ്രോട്ടീനാണ് നമ്മൾ ഒരു ദിവസം ഷേക്കിൽ നിന്ന് എടുക്കുന്നത്. ഇനി ബാക്കി നിങ്ങളുടെ പ്രോട്ടീൻ, ഇപ്പൊ നിങ്ങളൊരു 60 കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ വേണം. അതിന് നമ്മളൊരു 10 ഗ്രാം ഒക്കെ നമ്മൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും. എവിടെ നിന്ന്? നമ്മുടെ ഫുഡിൽ നിന്ന് എടുക്കുമായിരിക്കും, ശരിയല്ലേ? പക്ഷെ ആ ഫുഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു വിഷയമുണ്ട്, അവിടെ ഫാറ്റ് വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ വാട്ടറായിട്ട് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ കോച്ച് പറഞ്ഞിരിക്കുക. അതുപോലെ സൂപ്പിൽ യൂസ് ചെയ്യാം, യോഗറിന്റെ കൂടെ യൂസ് ചെയ്യാം, ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സിന്റെ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ പ്രോട്ടീൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചൂട് തട്ടുന്നുള്ള ഇഷ്യൂവിൻ്റെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമുള്ള സഫീഷ്യന്റ് പ്രോട്ടീൻ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല സുന്ദരമായിട്ടിരിക്കും. പ്രോട്ടീൻ സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള വെയിറ്റ് ലോസ് ആരും തന്നെ മുന്നോട്ട് കൊണ്ടുവരുത്. പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 4 to 4.5 മണിക്കൂറാണ് നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം ബാക്കി ഡൈജസ്റ്റ് ആയിട്ട് പുറത്തു പോകും. പിന്നെ പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ടല്ല നമ്മൾ വാട്ടർ എടുക്കുന്നത്. വാട്ടർ എടുക്കുന്ന വേറൊരു കാര്യം, പ്രോട്ടീൻ എടുക്കുന്ന വേറൊരു കാര്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ പ്രോട്ടീൻ ഇല്ലാത്തതിനെ പ്രോഗ്രാം കുറിച്ച് ചെയ്യരുത്. കുറെ ആൾക്കാർ പ്രോട്ടീൻ ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കരുത് കേട്ടോ. നോർമൽ ഞാൻ പറഞ്ഞാണ് 5 ഗ്രാം ആണ്. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ മെയിൻ എനർജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസിൽ മാസ് ഈ കാര്യത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെയിലി ബേസിൽ പ്രോട്ടീൻ എടുക്കണം. പിന്നെ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ നിങ്ങളുടെ സ്കൂപ്പിന്റെ എണ്ണം കൂട്ടാം. 2 or 3 നമുക്ക് ആഡ് ചെയ്താലും യാതൊരു കുഴപ്പമില്ല.
അത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. വിശപ്പ് കുറവുള്ള ആൾക്കാർ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇട്ട് കളിക്കരുത്. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വിശക്കും, നിങ്ങൾ വേറെ ഭക്ഷണം കഴിക്കും, നിങ്ങളുടെ വെയിറ്റ് ലോസ് റെഡി ആയിട്ട് പോകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നിൽക്കാൻ വേണ്ടത്. കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ കാര്യത്തിൽ എല്ലാവരും ക്ലാരിറ്റി ലഭിക്കത്തുള്ളൂ. അപ്പോൾ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ. ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു എമൗണ്ടിന് നമുക്ക് ലാഭം. ഈ ലാഭം പ്രത്യേകം ശ്രദ്ധിക്കുക, കസ്റ്റമൈസ് ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് 2 പ്രോട്ടീനാണ് കമ്പനി ഇറക്കുന്നത്. ഒന്ന് 400 ഗ്രാമിന്റെ, ഒന്ന് 200 ഗ്രാമിന്റെ. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് 200 ഗ്രാം മേടിക്കും. 200 ഗ്രാമിന് 1413 രൂപയാണ്. ഒരു പ്രോട്ടീൻ നമ്മൾ ഒരു സ്കൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 2 നേരം എടുക്കണം. 2 നേരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കിട്ടും പ്രോട്ടീൻ? 2 നേരം എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കിട്ടും? 15 ദിവസം. 15 ദിവസം. 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മേടിക്കണമല്ലോ 200 ഗ്രാമിന്റെ ഒരെണ്ണം. വീണ്ടും മേടിക്കുമ്പോൾ നമുക്ക് 1413 ഇൻറ്റു 2 2826 രൂപ വന്നു. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരു മാസത്തേക്കുള്ള പ്രോട്ടീൻ മേടിക്കണ എത്ര ലാഭിക്കാം? നമുക്ക് 2711 രൂപ ഉള്ളൂ. മൈനസ് നോക്കൂ എത്രയാന്നുള്ളത്. 115 രൂപ. 115 രൂപ നമുക്ക് ഒരു മാസം ലാഭിക്കാൻ പറ്റും. നിങ്ങളൊരു 4 മാസം 5 മാസം പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് 400 ഗ്രാം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസം 115 ലാഭിക്കാൻ പറ്റും. നിങ്ങൾ തുടക്കത്തിലെ എമൗണ്ട് ലാഭിക്കാൻ വേണ്ടി 200 മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസം ഈ 115 നഷ്ടമായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർബാലൈഫ് പ്രോഡക്ട്സിന് നല്ല വിലയുണ്ട്. നല്ല വിലയുള്ളതിന് കാരണം എന്താണ്? പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അതല്ലാതെ ലോക്കൽ പ്രോഡക്ട്സ് ഒന്നുമല്ല, വെരി വെരി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റിസൾട്ട് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നല്ല കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലതിലേക്ക് പോയാൽ മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനമാണ്, ചീത്തപ്പേനുള്ള സാധനമല്ല. കൃത്യമായിട്ട് പ്രോട്ടീൻ സഫിഷ്യന്റ് എടുക്കുക. പിന്നെ ചില ആൾക്കാർ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പറയും എന്റെ സ്കിന്നിന് ഡാമേജ് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. അങ്ങനെയുള്ളവരെല്ലാവർക്കും തന്നെ സ്കിൻ ബൂസ്റ്റർ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. പ്രോട്ടീൻ വാട്ടർ കുടിച്ചാലും നമുക്ക് നല്ലതാണ്. ഒരു ദിവസത്തിൽ എപ്പോഴും പ്രോട്ടീൻ വാട്ടർ ഒരു സ്കൂപ്പ് ഒരു 250 ml പ്രോട്ടീൻ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാലറി വലിയതായിട്ട് നമുക്ക് കിട്ടുന്നില്ല, 20 കാലറി മാത്രമേ ഉള്ളൂ ഒരു സ്കൂപ്പിൽ. പിന്നെ അതുപോലെ തന്നെ 0 ഫാറ്റ് ആണ്, 0 കാർബാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സിമ്പിൾ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കൃത്യമായിട്ട് റിസൾട്ട് എടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം പ്രോഗ്രാം ചെയ്യുക. സംശയം വെച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യരുത്. അപ്പോൾ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്ത് കൃത്യമായിട്ട് റിസൾട്ട് എടുക്കുക. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.